ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ഒരു കോളേജ് ഡേ ഇൻ ലൈഫ് കുറേ ആയി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയില്ലേ, അപ്പോൾ ഇന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് കോളേജിൽ നോർമലായി നടക്കുന്ന പരിപാടിനേക്കാളും ഒരു പരിപാടി സ്പെഷ്യലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. കോളേജ് വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് കാണാമല്ലോ. ഇപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോളേജിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞാൻ ബസ് കയറാൻ വേണ്ടി എൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. 2 ബസ് കയറിയിട്ട് വേണം കേട്ടോ കോളേജിലേക്ക് പോയി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് രണ്ടാമത്തെ ബസ് കയറി അങ്ങനെ കോളേജ് എത്തിയിട്ട് ഫസ്റ്റ് പീരീഡും കഴിഞ്ഞു കേട്ടോ. പിന്നെ സെക്കൻഡ് പീരീഡ് ഫ്രീ ആയിരുന്നു. ഞങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് വെളിയിൽ എന്തിൻ്റെയോ ഒരു ഉദ്ഘാടനം കഴിഞ്ഞു കേട്ടോ. അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഭയങ്കര പുകയും പിന്നെ പൂക്കുറ്റിയില്ല അതൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഏകദേശം അടുത്ത അവറും കാണുമ്പോൾ എല്ലാവരും ഡേറ്റ്സ് ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ചാമ്പയ്ക്കാണ്. അങ്ങനെ ഞങ്ങൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിൽ പോയി ഉപ്പുമുളക് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ. അങ്ങനെ ഞങ്ങൾ ഉപ്പുമുളക് കൂട്ടിയിട്ട് കഴിക്കാം. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കഴിക്കാത്തതാണ്, കാരണം എനിക്കിഷ്ടമല്ല. ഇത് കഴിച്ചാൽ എൻ്റെ തൊണ്ടയൊക്കെ ഒരുമാതിരി എന്താ പറയുക കാരണ പോലെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അത് കഴിക്കാത്തതാണ്. പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഇത് കഴിക്കുന്നത്. അങ്ങനെ ഉപ്പിലിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ലഞ്ച് ബ്രേക്കായി. ഞാൻ ലഞ്ച് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇതാണ് കേട്ടോ ശരിക്കത്തെ എന്താ പരിപാടി പറഞ്ഞാൽ സ്പെഷ്യൽ പരിപാടി ഉണ്ട് പറഞ്ഞില്ല, അത് ഇതാണ് കേട്ടോ. നമ്മൾ കള്ളിയങ്കാട് സ്കൂളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സ്കൂളെത്തിയിട്ടോ. ഈ സ്കൂളിലാണ് ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കാൻ പോണത്. സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. എങ്ങനെ സ്കൂളിലേക്ക് കയറി നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, കാരണം ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പരിപാടിയാണ് കേട്ടോ. അതിന് വേണ്ടി 8 കുട്ടികൾ ആഴ്ചയിൽ ഒരു ദിവസം പഠിപ്പിക്കാൻ പോകണം എന്നാണ്. അപ്പം ഞങ്ങളുടെ ടേം വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ ക്യൂട്ട് കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ട് 2ാം ക്ലാസ്സാണ്. എനിക്കും എൻ്റെ ഫ്രണ്ടിനും 2ാം ക്ലാസ്സാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് കുറുമ്പ് കൂടുതലെന്ന്. അതുകൊണ്ടാണ് എനിക്ക് തന്നതാണെന്ന് ടീച്ചർ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹലോ, നല്ല സ്നേഹമുള്ള കുട്ടികൾ പഠിപ്പിക്കാൻ പോണവരറിയാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ് കേട്ടോ. 2ാം ക്ലാസ്സാണ് കേട്ടോ. കുട്ടികൾ അധികം ഉണ്ടായിരുന്നില്ല, അത്ര പ്രകൃതി ഉണ്ടായിരുന്നില്ല കേട്ടോ. ടീച്ചർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര വലിയതായി തോന്നിയത്, പക്ഷേ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓരോ ടോപ്പിക്കായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ സൂചി എത്രയിലുള്ള അപ്പം എത്ര മണി? അപ്പം 9. ഇവിടെ വാ, ഇവിടെ ഇരിക്കും. വാ ഇവിടെ ഇരിക്ക. വാ ഇവിടെ ഇരിക്ക, ഫ്രണ്ടില് വേണ്ടേ? വാ. മുണ്ടൂല എന്താ? പിന്നെ പിള്ളേരുടെ ഓരോ പരാതി പറച്ചിലായി. എനിക്ക് എൻ്റെ അടുത്ത് മിണ്ടുള്ള അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊക്കെ തീർത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പാട്ട് പഠിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ
അങ്ങനെ വലിയൊരു ഗാനമേള എല്ലാവരും കേട്ടല്ലോ. അതിനുശേഷം ഞങ്ങൾ പഠിപ്പിക്കാമെന്ന് വെച്ചാൽ കാരണം ഞങ്ങൾ പഠിപ്പിക്കാൻ വന്ന ടോപ്പിക്കൊക്കെ ആ കുട്ടിക്ക് ഷടപടേന്ന് അറിയേണ്ടി പറയേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നിട്ട് ഞാൻ ബോർഡിലൊക്കെ വരച്ചിട്ട് അവൻ്റെ അടുത്ത് ടൈം ചോദിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് ടൈമാണ് ഞങ്ങളുടെ അടുത്ത് പഠിപ്പിക്കാൻ പറഞ്ഞത്. മോൻ്റെ പേര്, അച്ഛൻ്റെ പേര് ചായപ്പൊടിയാണ്. ഞാൻ പറഞ്ഞ ചായപ്പൊടിൻ്റെ നീ കമ്പനി ആയിരിക്കോട്ടെ. ഏതുള്ളത്? പറഞ്ഞില്ലേടി ചായപ്പൊടി. സാര് നീ ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പറ. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ അവൻ്റെ ഫോട്ടോയിൽ കാണാൻ. ക്ലോക്കൊക്കെ എല്ലാ കുട്ടികൾക്കും അറിയണമുണ്ട്. ടീച്ചർ പറഞ്ഞു 1 മുതൽ 100 വരെ പഠിപ്പിക്കുക. അപ്പോൾ ഞങ്ങളൊരു ഗെയിമിലൂടെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് പണ്ടത്തെ ഗെയിമിൽ ബസ് എന്നടിക്കുന്നത് 5, 10 വരുമ്പോൾ അപ്പോൾ ആ ഗെയിം കളിപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും ഒന്ന് റെഡിയാക്കി നിർത്തുന്നുണ്ട് കേട്ടോ. ലെവൽ അങ്ങനെ ഞങ്ങൾക്ക് ആകെ 1 മണിക്കൂർ സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു കുട്ടിയുടെ അച്ഛൻ വന്ന് വിളിച്ചിട്ട് പോയിട്ടാ. എന്താ സന്തോഷം. അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ സമയമായിട്ട് ഓൾറെഡി 2 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് വന്നിട്ട് 2 പേരും കൂടിയാണ് കേട്ടോ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോയത്. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എല്ലാവരുടെ അടുത്തും ടാറ്റ പറഞ്ഞ് അങ്ങനെ തിരിച്ചു പോവാണ്. അങ്ങനെ കോളേജ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു ദിവസമായിരുന്നു, മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കേട്ടോ അന്ന്. കാരണം ഞങ്ങൾ അത്രയും സന്തോഷിച്ച് ഒരു കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പം എന്തായാലും കോളേജ് എത്തിയ ശേഷം ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് പിന്നെ ഫ്രീ ടൈം ആയിരുന്നു. അങ്ങനെ ഇന്ന് ഫുള്ളായി ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു വ്ളോഗ് പറയുമ്പോൾ എല്ലാവരും വന്നിട്ട് അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വെളിയിൽ വന്നിട്ടും ആ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു എണ്ണക്കടി എല്ലാവരും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.